നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ, അതായത് ഡാറ്റാബേസ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഇൻ PHP വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസൈൻമെൻ്റായിട്ട് ഇത് ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, ഇല്ലെങ്കിൽ ഇപ്പം പറയുകയാണ് ചെയ്യുക. HTML ആണിത്. HTML, CSS, JavaScript, PHP, MySQL ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് നിങ്ങൾ ആദ്യം തൊട്ട് ചെയ്തു വന്നിരുന്ന കോളേജിൻ്റെ സൈറ്റ് ഒരു അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ കുട്ടി എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൻ്റെ അസൈൻമെൻറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഫസ്റ്റ് 2-3 പാർട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഡാറ്റാബേസിൻ്റെ പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പണിയും കൂടെ ചെയ്താൽ മതി. അതൊന്ന് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ അടുത്തത് ഇനി വരുന്നത് കുറച്ച് തിയറി ടോപ്പിക്കുകളാണ്, തിയറി ആയിട്ട് വരുന്നതാണ്. അതിൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ, സെർവർ സ്പേസ് ഹയറിംഗ്, വെബ് ഹോസ്റ്റിംഗ്, ഇത്രയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫയൽ അപ്ലോഡിങ് മിക്കവാറും അടുത്തൊരു ക്ലാസ്സായിട്ട് എടുക്കാം. പിന്നെ കണ്ടൻറ് മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അതും തിയറിയാണ്, പെട്ടെന്ന് തീരും. അപ്പോൾ അതോടെ നമ്മുടെ പോർഷൻസ് ഏകദേശം തീരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡൊമൈൻ നെയിം നമുക്കറിയാം. ഡൊമൈൻ നെയിംസ് ആർ യൂസ്ഡ് ഇൻ URLs ടു ഐഡൻറ്റിഫൈ പർട്ടിക്കുലർ വെബ് പേജ്. ഒരു പർട്ടിക്കുലർ വെബ് പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ URL www.facebook.com index.html, ഇതിൽ ദ ഡൊമൈൻ നെയിം ഈസ് facebook.com എന്നാണ് ഡൊമൈൻ നെയിമിൻ്റെ പേര്. അപ്പോൾ വെബ് പേജ് നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നതിലാണ് എല്ലാ വെബ് പേജസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിലുള്ള ഒരു പർട്ടിക്കുലർ പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എസൻഷ്യലി ഇവിടെ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം വെബ്സൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു വെബ്സൈറ്റിന് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേര് വരാം. ജനറലി അത് വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഡൊമൈൻ നെയിംസ് ആർ യൂസ്ഡ് ഇൻ URLs ടു ഐഡൻറ്റിഫൈ പർട്ടിക്കുലർ വെബ് പേജ്. അപ്പോൾ നമ്മളിപ്പോൾ കോളേജിന് വേണ്ടിയിട്ടൊരു സൈറ്റ് ചെയ്തു. കോളേജിന് വേണ്ടിയിട്ടൊരു സൈറ്റ് ചെയ്യുമ്പോൾ ആ സൈറ്റിന് നമ്മളൊരു പേര് കൊടുക്കണം. ആ പേര് എന്ത് വേണമെന്ന് തീരുമാനിക്കുക. ആ പേരിനാണ് facebook.com എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കോളേജിനാണെങ്കിൽ ഓൾറെഡി ഒരു സൈറ്റുണ്ട്, https://wptckalamasheri.ac.in. അപ്പോൾ wptckalamasheri.ac.in എന്ന് പറയുന്നതാണ് നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം. അപ്പം ആര് ഈ wptckalamasheri.ac.in എന്ന് അടിച്ചാലും നമ്മുടെ പേര് ഇങ്ങനെ കാണാൻ പറ്റും. അത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്ന പരിപാടി. facebook.com എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. പിന്നെന്താ പറയുന്നത്, ഓർക്കുഡ്, ഗൂഗിള്, അങ്ങനത്തെ സാധനം, google.com, അതൊക്കെ ഒരു ഡൊമൈനാണ്. എവറി ഡൊമൈൻ നെയിം ഹാസ് എ സഫിക്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വിച്ച് ടോപ്പ് ലെവൽ ഡൊമൈൻ ഇറ്റ് ബിലോങ്സ് ടു. ഇതിലൊരു സഫിക്സ് ഉണ്ടാവും. എല്ലാ ഡൊമൈൻ നെയിമിനും ഒരു സഫിക്സ് ഉണ്ടാവും. ആ സഫിക്സാണ് ഈ .com, വിച്ച് ഇൻഡിക്കേറ്റ്സ് വിച്ച് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഡൊമൈൻ നെയിംസിന്. ആ കാറ്റഗറിയിൽ ഏതിൽ വരും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എവറി ഡൊമൈൻ നെയിം ഹാസ് എ സഫിക്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വിച്ച് ടോപ്പ് ലെവൽ ഡൊമൈൻ ഇറ്റ് ബിലോങ്സ് ടു. ദെയർ ആർ ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് സച്ച് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ഡൊമൈൻ. ഫോർ എക്സാമ്പിൾ, .gov എന്ന് പറയുന്ന .com ഉണ്ട്. ഇവിടെ .com എന്ന് പറയുന്ന ടോപ്പ് ലെവൽ ഡൊമൈൻ ഉണ്ട്. അതുപോലെ .gov എന്ന് പറയുന്ന ഡൊമൈൻ ഉണ്ട്. .edu എന്ന് പറയുന്ന ഡൊമൈൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്താ പറയുന്നത്, വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ wikipedia.org എന്നായിരിക്കും. അതൊരു ഓർഗനൈസേഷനാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതിന് .org എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കും. കൊമേഴ്ഷ്യൽ ബിസിനസ് എന്തെങ്കിലും ആണെങ്കിൽ .com എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കും. അതാണ് ഫേസ്ബുക്കൊക്കെ ബിസിനസ്സാണല്ലോ അവർ. അപ്പോൾ facebook.com എന്ന് വരുന്ന അതുകൊണ്ടാണ്. whatsapp.com എന്നൊക്കെ പറഞ്ഞ് കാണും, gmail.com എന്നൊക്കെ പറഞ്ഞ് കാണും. ഇനി .net നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് ആയിരിക്കും, അവരൊരു നെറ്റ്വർക്ക് ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ സൈറ്റുകളാണെങ്കിൽ .mil എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളാണെങ്കിൽ .gov നമുക്ക് കാണാം, TKerala.gov.in ആയിരിക്കും. .gov എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. TKeralയുടെ സൈറ്റ് നിങ്ങൾ എടുക്കുമ്പം കാണാം TKerala.gov.in. അതിൽ .in എന്ന് പറയുന്നത് വേറെ ഡൊമൈനാണ്, അത് ഇന്ത്യയിലുള്ളതാണെന്നാണ് INൻ്റെ അർത്ഥം. .ca എന്ന് പറഞ്ഞാൽ കാനഡയാണെന്നാണ്. .th എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് എന്നാണ്. അതുപോലെ ഇന്ത്യയുടെ .in എന്നാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ
wptc.കളമശ്ശേരി.ac.in ഇതിൽ 2 ടോപ്പ് ലെവൽ ഡൊമെയിൻ പറയുന്നുണ്ട്. അതിൽ IN എന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്നും AC എന്ന് പറയുന്നത് AICTയുടെ സൈറ്റ്, AICTയുടെ അടിയിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുമാണ്. AICT, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് AICTയുടെ കീഴിൽ വരുന്നൊരു സൈറ്റാണ് നമ്മുടെ. അതുകൊണ്ടാണ് AC എന്നുള്ളത്. അപ്പോൾ അത് വേറൊരു ടോപ്പ് ലെവൽ ഡൊമെയിനാണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഇത് എഴുതി വെക്കുക. .edu എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ EDU ജനറലായിട്ട് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. .ac.in എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് AICT അത് അംഗീകരിച്ച് തരണം. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നുള്ളതിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. The right to use a domain name is delegated by the domain name registrars. അതായത് രജിസ്ട്രാറുകളുണ്ടാവും, പല രജിസ്ട്രാർ. നമ്മളിപ്പോൾ നമ്മളൊരു ആധാരം ചെയ്യുകയാണെങ്കിൽ അത് രജിസ്ട്രാറിൻ്റെ എടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പേര് നമ്മൾ ഇടുകയാണ്, നമ്മുടെ സൈറ്റിനൊരു പേര് ഇടുകയാണെങ്കിൽ അതിന് ഡൊമെയിൻ നെയിം എന്ന് പറയും. ആ ഡൊമെയിൻ നെയിം നമുക്ക് സ്വന്തമായിട്ട് കിട്ടണം, വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് ഡൊമെയിൻ നെയിം രജിസ്ട്രാർസ് എന്ന് പറയും. ഡൊമെയിൻ നെയിം രജിസ്ട്രാർസ് വിച്ച് ആർ അക്രഡിറ്റഡ് ടു ഇത് പേര് ഓർത്തിരിക്കണം എന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഡൊമെയിൻ നെയിം രജിസ്ട്രാർസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ICANN എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഈ ഇൻ്റർനെറ്റിൻ്റെ പേരുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ കീഴിൽ വരുന്നതാണ് ഈ ഡൊമെയിൻ നെയിം രജിസ്ട്രാർസ്. അപ്പോൾ ഇത്രയും ഭാഗം എഴുതിയാൽ മതി. റൈറ്റ് ടു യൂസ് ഡൊമെയിൻ നെയിം ഈസ് ഡെലിഗേറ്റഡ് ബൈ ഡൊമെയിൻ നെയിം രജിസ്ട്രാർസ് എന്ന് എഴുതിയാൽ മതി. വിച്ച് ആർ അക്രഡിറ്റഡ് ടു എന്നുള്ള ഭാഗത്ത് എഴുതണ്ട, അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ്, ICANN എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷോർട്ട് ഫോമെങ്കിലും എഴുതിയാലും മതി. ഡൊമെയിൻ നെയിം പ്രൊവൈഡേഴ്സ് എന്നും അവർക്ക് പറയും. ഡൊമെയിൻ നെയിം പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഡൊമെയിൻ നെയിം രജിസ്ട്രാർസിന് എക്സാമ്പിൾ ഉണ്ട്, അതാണ് ഡൊമെയിൻ ഡോട്ട്. അപ്പോൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പലർക്കായിട്ട് ഡൊമെയിൻ നെയിം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ആളുകളാണ് domain.com എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ടാവും, നെയിം ചീപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ടാവും. ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ പേര്. അപ്പം നമുക്ക് ഇപ്പം wptc.കളമശ്ശേരി.ac.in എന്നുള്ള സൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ AICT ആയിരിക്കും. ഇതുപോലത്തെ നമ്മുടെ ഡൊമെയിൻ നെയിം രജിസ്ട്രാർ എന്ന് പറയുന്നത് AICT ആയിരിക്കും. അപ്പോൾ AC.in എന്ന് പറയുന്ന എല്ലാ ഡൊമെയിനും രജിസ്റ്റർ ചെയ്യേണ്ടത് AICTയുടെ ആയിരിക്കും. ഇത് അതുപോലെയുള്ള ജനറൽ ആയിട്ടുള്ള അങ്ങനത്തെ രജിസ്ട്രാറുകളുടെ പേരാണ് നമ്മൾ പറയുന്നത്. അതുപോലെ .gov എന്നുള്ള എക്സ്റ്റൻഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഗവൺമെൻറ്. അതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ഏജൻസി ആയിരിക്കും. പക്ഷേ ഇവരുടെ കീഴിലും ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നവരുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വെറുതെ ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് .ac.in എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഞാൻ AICT പോയി രജിസ്റ്റർ കൊടുക്കുമ്പോൾ അവർ ഡിനൈ ചെയ്യും, പറ്റില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജനറലി .com എന്നുള്ള എക്സ്റ്റൻഷൻ തുടങ്ങാം. അല്ലെങ്കിൽ ഞാനൊരു ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ള ഇതിലേതെങ്കിലും ഒരു രജിസ്ട്രാർ ആയിരിക്കും .com എന്നുള്ള എക്സ്റ്റൻഷനിലുള്ള എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് AICT ആണ് .ac.in എന്ന് പറയുന്ന ടോപ്പ് ലെവൽ ഡൊമൈനിലുള്ള നെയിംസ് എല്ലാം കൊടുക്കുന്നത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസി ആയിരിക്കും അപ്പോൾ അവരെന്താ നോക്കുന്നത്, അവർക്ക് ഒരു റിക്വസ്റ്റ് വന്നാൽ അവരപ്പോഴേ നോക്കും ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആക്ച്വലി വരുന്നതാണോ, ഇവർക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈറ്റ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഫുൾ എൻഡ്, അതായത് HTML, JavaScript, PHP എല്ലാം കൂട്ടി, MySQL എല്ലാം കൂട്ടി നമ്മൾ സൈറ്റ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ സൈറ്റ് ഇനി നമുക്കൊരു എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം വേണ്ടിയത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടൊരു നെയിം നമുക്ക് വേണം. അതിനാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. ആ ഡൊമെയിൻ നെയിമിന് ഒരു ടോപ്പ് ലെവൽ ഡൊമെയിൻ എക്സ്റ്റൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ സഫിക്സ് കൊടുക്കണം. അതാണ് .com എന്നൊക്കെ പറയുന്നത്, അല്ലെ .org എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തേത് ഏത് വേണമെന്ന് വെച്ചാൽ ആ ടോപ്പ് ലെവൽ ഡൊമെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്ററുടെ അടുത്ത് രജിസ്റ്റർ ചെയ്താൽ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അയാൾ പെർമിഷൻ തരും. ഓക്കെ, നിങ്ങൾ ഈ പേര് ഉപയോഗിച്ചോ, അതിന് അയാൾ ഒരു ചാർജൊക്കെ ഈടാക്കും. അപ്പോൾ ഒരു വാടക വേണം. ഓൾറെഡി അത് വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, ആരാണ് ഈ പേര് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു ബ്രാൻഡ് വളരെ ഫേമസ് ആയിട്ട് വരുമ്പോൾ ഈ സൈറ്റ്, ഇപ്പോഴൊക്കെ ആണെങ്കിൽ കമ്പനി തുടങ്ങി ആദ്യം സൈറ്റാണല്ലോ തുടങ്ങുന്നത്. പണ്ട് കാലത്ത് സൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ അവരുടെ പേരിൽ .com എന്നൊക്കെ പറഞ്ഞ് എക്സ്റ്റൻഷനിൽ സൈറ്റ് ഇവർ ഡൊമൈൻ നെയിം രജിസ്ട്രാറുടെ അടുത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തിടും. എന്നിട്ട് ഈ കമ്പനിക്കാർ ആ രജിസ്ട്രാറുടെ അടുത്ത് വന്നിട്ട് ആ പേരിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി വേറൊരാൾ ബുക്ക് ചെയ്ത് അയാൾക്ക് കൊടുത്തു പോയതാണെന്ന് പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഓൾറെഡി കൊടുത്തതായതുകൊണ്ട് അയാൾ തീരുമാനിക്കും, ഓക്കെ ഞാൻ ബുക്ക് ചെയ്തേക്കുവാണ്, എൻ്റെ പേരിലാണ്, ഞാനിപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ലുലു മാൾ .com എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലുലു മാളിന് സൈറ്റ് ഇല്ലായിരുന്നു വിചാരിക്കുക. അപ്പോൾ ഞാൻ നേരെ പോയിട്ട്, എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അറിവുള്ള ആളാണ്, അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഡൊമൈൻ രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് ലുലു മാൾ .com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം അങ്ങ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പേരിൽ അത് കിട്ടും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ലുലു മാളിൽ തുടങ്ങുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിലൊരു സൈറ്റ് തുടങ്ങണമെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഡൊമൈൻ നെയിം രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് നമുക്ക് ലുലു മാൾ .com എന്ന് പറയുന്ന സൈറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി പറയും, അയ്യോ അതില്ല, അത് ഓൾറെഡി ടിജോ എന്ന് പറയുന്ന ആളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തേക്കുവാന്ന് പറയും. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, ഇവർക്ക് അവരുടെ പേര് തന്നെ കിട്ടണമെന്നുണ്ടല്ലോ, കാരണം അവരുടെ സ്വന്തം പേര് കിട്ടുന്നതാണല്ലോ അവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ പറയും, ഓക്കെ എനിക്ക് ഇത്ര രൂപ തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിലവേശലൊക്കെ പണ്ട് നടക്കുമായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് domain name registration. Domain name registration is an act of reserving a name on the internet for a certain period, usually 1 year. 1 yearലും കൂടുതലൊക്കെ കൊടുക്കും, സാധാരണ 1 yearലേക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 25 വർഷത്തേക്കൊക്കെ ആയിരിക്കും അങ്ങനെ എടുത്തേക്കുന്നത്. This domain will remain yours for as long as you renew it and there is no way to purchase a domain name forever. ശരിക്കും പറഞ്ഞാൽ ഡൊമൈൻ നെയിം നമുക്ക് ആയുഷ്കാലത്തേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് മാർഗ്ഗമില്ല. അത് സാധാരണ 1 or 2 year അല്ല 25 വർഷത്തേക്കൊക്കെ ആയിരിക്കും സാധാരണ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ റിന്യൂ ചെയ്ത് നമുക്ക് തരും. റിന്യൂ ചെയ്ത് തന്നെ നമുക്ക് തരും. നമ്മുടെ പേരിൽ ഓൾറെഡി ഉള്ളതാണെങ്കിൽ ചെറിയ റിന്യൂവൽ ഫീസേ കാണത്തുള്ളൂ. അപ്പോൾ വേറൊരാൾ ഓൾറെഡി ആ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തരണമെങ്കിൽ അയാളുമായിട്ട് നമ്മൾ വില പേശണം. ഈ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കുന്ന പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അതാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ഈസ് ദ ആക്ട് ഓഫ് റിസർവിങ് നെയിം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കോളേജിൻ്റെ ഒരു വെബ്സൈറ്റ് തുടങ്ങണം, അതിന് wbtc.കളമശ്ശേരി.ac.in എന്ന് പറയുന്ന പേരാണ് ഞാൻ സ്വീകരിച്ചതെങ്കിൽ ഞാൻ നേരെ പോയിട്ട് AICTയുടെ ഈ രജിസ്ട്രാറുടെ അടുത്ത്, AICTയുടെ സൈറ്റിൻ്റെ രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് ഈ ഡൊമൈൻ വേണമെന്ന് പറയും. അപ്പോൾ അയാൾ നോക്കും ഈ പേരിൽ, അതായത് AC.in എന്നുള്ള എക്സ്റ്റൻഷൻ തരാമോ എന്നുള്ളത് അവർ നമ്മൾ അയക്കുന്ന ഫയലിന്, അതായത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യും, നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ AICT എന്ന ലിസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്. അപ്പോൾ ഈ പേര് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. ഈ പേര് വേറെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഓക്കെ നമ്മളോട് എടുത്തോളാൻ പറയും. അപ്പം പിന്നെ എന്താണ്, ഈ പേര് നമ്മുടെ പേരിലായി, അതായത് WBTC കളമശ്ശേരി എന്നുള്ള പേര് നമ്മുടെ പേരിൽ തന്നെയായി. വേറെ ആർക്കും പിന്നെ അങ്ങനെ ഒരു പേരിൽ ആ സൈറ്റ് തുടങ്ങാൻ പറ്റത്തില്ല. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ഈസ് നെസസറി ഫോർ എ വെബ്സൈറ്റ് ആൻഡ് ആൻ ഇമെയിൽ ഓർ അനദർ വെബ് സെർവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വേണം. ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ യാഹു ആണെങ്കിൽ യാഹുവിൻ്റെ പേര് നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും, ഇമെയിൽ ആണെങ്കിൽ പോലും ശരിക്കും രജിസ്ട്രേഷൻ വേണമെന്നാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുമായിരിക്കും, ഞങ്ങളിപ്പം ഓരോരുത്തർക്കും മെയിൽ ഐ ഡി ഉണ്ട്. എനിക്കിപ്പോൾ tijostom@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡി ഉണ്ട്. പക്ഷേ ഞാൻ എങ്ങടത്തും രജിസ്ട്രാറിൻ്റെ അടുത്ത് നടത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി gmail.com tijostom@gmail.com എന്നാണ് എൻ്റെ ഇമെയിലിൻ്റെ പേര്. അപ്പോൾ ഈ gmail.com ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ ജിമെയിൽ നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെയും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നേക്കും. അതായത് നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ജിമെയിൽ നമുക്ക് ആ പേരിൽ @gmail.com എന്നുള്ള എക്സ്റ്റൻഷനിൽ ഒരു പേരിടാൻ വേണ്ടിയിട്ട് തരും. അതാണ് പറഞ്ഞത്, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ഇസ് നെസസറി ഫോർ എ വെബ്സൈറ്റ് ആൻഡ് ഇമെയിൽ ഓർ അനദർ വെബ് സർവീസ്. എന്തിനാണെങ്കിലും ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ വേണം. ഹൗവർ യു ഡോണ്ട് ഹാവ് ടു ഓൾവേസ് രജിസ്റ്റർ എ ന്യൂ ഡൊമൈൻ നെയിം. മെനി കമ്പനീസ് അലൗ യു ടു യൂസ് സബ് ഡൊമൈൻസ് ഓഫ് ദെയർ ഡൊമൈൻ നെയിംസ് ഫോർ വെബ്സൈറ്റ്. As you can have an email ID with primary domain, example yahoo.com അല്ലെങ്കിൽ gmail.com അങ്ങനത്തെ എക്സ്റ്റൻഷനിൽ തരും. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞെങ്കിൽ. ഇത് ജസ്റ്റ് ഒരു നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇത് എഴുതിയെടുക്കണം നിർബന്ധമില്ല. അതായത് ഇൻ്റർനെറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസിനും ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നവർ അവരുടെ സബ് ഡൊമൈൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അവസരം തരും. അങ്ങനെയാണ് നമ്മൾ മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. The price for a domain name registration varies greatly with its extension. For example, most common is .com എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്.
കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിംസ് ഒക്കെ ഇപ്പോൾ .ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് .in എന്നുള്ള എക്സ്റ്റൻഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും എളുപ്പം .com എന്നുള്ള എക്സ്റ്റൻഷൻ കിട്ടാനായിരിക്കും. ബാക്കി ഓരോരുത്തരും അവർ തീരുമാനിക്കുക, അവരുടെ ഫീസ് എന്താണെന്ന് അവർ തീരുമാനിക്കുക, അതിനനുസരിച്ചായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു ഓൾറെഡി. ആ സൈറ്റ് നമ്മൾ ഒരു എല്ലാവർക്കും കിട്ടത്തക്ക, ഇപ്പം ഞാൻ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ടാൽ ഞാൻ എപ്പോഴും പേജ് ആക്സസ് ചെയ്യുന്ന ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള പേരിലാണ് എൻ്റെ ഇത് എപ്പോഴും ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ ആക്സസ് ചെയ്താൽ പുറത്തുനിന്നുള്ളവർക്ക് കിട്ടത്തില്ല. പുറത്തുനിന്നുള്ളവർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനാദ്യം തന്നെ അവർക്ക് ആക്സസ് ചെയ്യാനൊരു പേര് വേണം. ആ പേര് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിക്കാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിലബസിൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അടുത്തത് വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ സെർവർ സ്പേസ് ഹയറിങ് വെബ് ഹോസ്റ്റിങ്ങിനകത്ത് വരും. വെബ് ഹോസ്റ്റിംഗ്, there are several essential things a web hosting provider must actually provide. The first thing is a stable server on which the website should run. ഇപ്പം ഞാൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്ലോബൽ സെർവറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഞാൻ ഈ കോഡെല്ലാം എൻ്റെ സെർവറിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടിടണം. അങ്ങനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പല സ്ഥലത്തുനിന്ന് സെർവറുകൾ കിട്ടും. അപ്പോൾ ആ സെർവറിൽ കൊണ്ട് നമ്മുടെ കോഡ് ഇട്ടാൽ ഓൾറെഡി അവർ ഇതുപോലെയുള്ള PHP റൺ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ആ സെർവറിലേക്ക് നമ്മുടെ കോഡ് കൊണ്ടിടും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ സെർവർ എപ്പോഴും അപ്പ് ആൻഡ് റണ്ണിങ് ആയിരിക്കും. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സെർവറായിട്ട് ഇട്ടിട്ട് ഒരു IP അഡ്രസ്സ് കൊടുത്താലും കിട്ടും കാര്യം പറഞ്ഞു. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒന്നാമത് പേഴ്സണൽ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അതിന് ഒത്തിരി വലിയ മെമ്മറിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒത്തിരി പേര് ഒന്നിച്ച് റിക്വസ്റ്റ് ചെയ്താൽ സൈറ്റ് ഡൗൺ ആയി പോകും. പിന്നെ തന്നെയല്ല ഈ സാധനം ഒരിക്കലും എപ്പോഴും ഗ്ലോബലി അവൈലബിൾ ആയിരിക്കത്തില്ല. ഞാൻ കമ്പ്യൂട്ടർ ഇടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യും, ഇടയ്ക്ക് എൻ്റെ ഇൻ്റർനെറ്റ് പോകും. അപ്പോഴൊക്കെ ഇത് ആക്സസ് ചെയ്യുന്നവർക്ക് കിട്ടാതെ വരും. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും നമ്മുടെ പേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഈ കോഡ് കൊണ്ടിടുമ്പോൾ അതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ് പേജ് ഒരു സ്ഥലത്ത് കൊണ്ട് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയത്തില്ല. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വീകരിക്കുന്നയാൾ. അപ്പം നമ്മുടെ കോഡ് സ്വീകരിച്ച് ഓക്കെ ഞാനിത് ഇവിടെ വെച്ചോളാം, എല്ലാവർക്കും ചോദിക്കുന്നവർക്ക് ഇത് കൊടുത്തോളാം, ഈ പേജ് കൊടുത്തോളാം, അതായത് HTTP റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ പേജ് കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ. അപ്പോൾ നമ്മൾ വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡറുടെ അടുത്ത് പോയിട്ട് പറയണം എനിക്ക് ഒരു സൈറ്റ് ഇടണം, ആ സൈറ്റിന് എനിക്ക് ഇത്ര സ്ഥലം വേണം, ഇത്ര എൻ്റെ കോഡ് 500 MB ഉണ്ട്, 500 MB ഉള്ള എൻ്റെ കോഡ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെർവറിൽ ഒരു 500 MB സ്ഥലം തരണം എന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ 500 MBക്ക് എനിക്ക് ഇത്ര രൂപ തരണം, നിങ്ങളുടെ IP അഡ്രസ്സ് ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് IP അഡ്രസ്സൊക്കെ തരും. അവരാണ് IP അഡ്രസ്സ് തരുന്നത്. അപ്പോൾ there are several things a web hosting provider must actually provide. The first thing is a stable server. ഒരു സെർവർ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന സെർവർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ അവരുടെ വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡറിൽ ഒരു സെർവർ കാണും, ഓൺ വിച്ച് ദ വെബ്സൈറ്റ് ഷുഡ് റൺ. അതിലായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഓടുന്നത്. ഇതിന് എക്സാമ്പിളിലേക്കൊക്കെ വരാം കേട്ടോ. കെൽട്രോൺ, ഹോസ്റ്റിംഗ് രാജ എന്നൊക്കെ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളെല്ലാം കെൽട്രോൺ എന്ന് പറയുന്ന കെൽട്രോണിൻ്റെ സെർവറിലാണ് ഇടുന്നത്. കെൽട്രോണിൻ്റെ സെർവർ തിരുവനന്തപുരത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. TKerala, polyadmission.org മുതലായ നമ്മൾ ആക്സസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ സൈറ്റുകളും കെൽട്രോണിൻ്റെ സെർവറിലാണ് ഇടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഗവൺമെൻറ്, നമ്മളൊരു സൈറ്റ് ഡെവലപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ കെൽട്രോണോട് പോയിട്ട് പറയും എൻ്റെ സൈറ്റ് എല്ലാ ഫയലും PHP ഫയലും ഡാറ്റാബേസും എല്ലാം കൂടെ ഇത്ര MB ഉണ്ട്, എനിക്ക് അത്ര MB സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം വേണമെന്ന് പറയും. അപ്പോൾ കെൽട്രോൺ പറയും ഓക്കെ നിങ്ങളിട്ടോ, ഇന്ന സ്ഥലത്ത് ഇട്ടോ എന്നും പറഞ്ഞ് നമുക്കൊരു IP അഡ്രസ്സ് തരും. ആ IP അഡ്രസ്സിൽ നമ്മൾ ചോദിച്ചേക്കുന്ന അത്രയും മെമ്മറി ഉണ്ട്. ആ IP അഡ്രസ്സ് വഴി നമ്മൾ ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും മെമ്മറി ഉള്ളൊരു സ്ഥലം കിട്ടും. അവിടെ കൊണ്ട് നമുക്ക് കോഡൊക്കെ നമ്മൾ പറയുന്ന ഏത് ഫോർമാറ്റാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ ഇടണം. അപ്പം the web space, also known as storage space or disk space, അല്ലെങ്കിൽ server space എന്നും പറയും. web space, also known as storage space or disk space or server space, generally refers to the amount of space on a web server. ഒരു വെബ് സെർവറിൽ കുറച്ച് സ്ഥലം, അതായത് ഞാൻ ഇപ്പം എൻ്റെ ഫയൽസ് ഇട്ടേക്കുന്ന എവിടെയാണ്, ഈ കമ്പ്യൂട്ടറിനകത്ത് var എന്ന് പറയുന്നതിൽ www-നകത്ത് HTML-നകത്താണ് ഈ ഫോൾഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ അവരുടെ സെർവറിൽ നമുക്കൊരു ലൊക്കേഷൻ തരും. ദാറ്റ് ഈസ് അലോക്കേറ്റഡ് ടു ദ വെബ്സൈറ്റ് ഓണർ ബൈ ദ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ്. ദ വെബ് സെർവർ ഓർ ഓൾസോ നോൺ ആസ് സ്റ്റോറേജ് സ്പേസ് ഓർ ഡിസ്ക് സ്പേസ് ഓർ സെർവർ സ്പേസ് ജനറലി റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സ്പേസ് എ വെബ് സെർവർ space on a web server that is allocated to the website owners by
ദ വെബ് ഹോസ്റ്റിംഗ് കമ്പനി. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് കമ്പനി, അതായത് കെൽട്രോൺ പോലെയുള്ള കമ്പനി പറയുകയാണ്, ഓക്കെ നിങ്ങൾ ഇന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടോ ഇന്ന ഐ പി അഡ്രസ്സ് വഴി ആക്സസ് ചെയ്തോ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഫയൽ കൊണ്ട് ഇടുന്നതെന്നൊക്കെ അതിലേക്കൊക്കെ വരും. അതാണ് നമ്മുടെ നമ്മുടെ സിലബസിൽ ഈ പറഞ്ഞേക്കുന്ന ഫയൽ അപ്ലോഡിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞേക്കുന്നത് അതാണ്. അതായത് കെൽട്രോൺ തന്ന ഐ പി അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് രാജ തന്ന ഐ പി അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ അതുപോലെ മറ്റ് സെർവറുകൾ തന്ന ഐ പി അഡ്രസ്സിലേക്ക് എന്താണ് ഇടുന്നത്, നമ്മുടെ ഫയൽ കൊണ്ട് ഇടുന്ന പ്രൊസീജിയറിനാണ് ഫയൽ അപ്ലോഡിങ് പ്രൊസീജിയർ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ സെർവർ സ്പേസ് ഹയറിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. സെർവർ സ്പേസ് ഹയറിംഗ് ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് പറയുകയാണ്. ഇപ്പോൾ സെർവർ സ്പേസ് ഹയറിങ്ങിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് താഴെ എഴുതിയെടുത്തു. സെർവർ സ്പേസ് hiring refers to hiring a space on web server by web server to host the web pages. Hiring of space is requested by website owner and provided by hosting company. അപ്പോൾ സെർവർ സ്പേസ് ഹയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ്, അതിലേക്ക് വരാം. വെബ് സ്പേസ് ഹോസ്റ്റിംഗ് കമ്പനി ഇറ്റ് അലൗസ് യു ടു അപ്ലോഡ് ഫയൽസ്. HTML ഫയൽസ് വേണമെങ്കിൽ ഇടാം, PHP ഫയൽസ് വേണമെങ്കിൽ ഇടാം, ഇമേജ് ഫയൽസ് വേണമെങ്കിൽ ഇടാം, അല്ല അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ PHP കോഡിൽ ഉപയോഗിക്കുന്ന ഇമേജ് ഉണ്ടാവും, ആ ഇമേജ് സെർവറിൽ തന്നെ ആ ലൊക്കേഷനിലൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതാം. ഓൺ ദ വേൾഡ് വൈഡ് വെബ്. അപ്പോൾ അത് വേൾഡ് വൈഡ് വെബ് വഴി ആ സെർവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരിക്കലും ഡൗൺ ആയി പോകത്തില്ല, അതെപ്പോഴും ആക്സസിബിൾ ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും, ആ ബാൻഡ് വിഡ്ത്ത് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനൊരു IP അഡ്രസ്സും ഉണ്ടാവും. വേർ ഇറ്റ് വിൽ ബി അവൈലബിൾ അറ്റ് ഗ്ലോബൽ സ്കെയിൽ, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഇറ്റ് വിൽ ബി കേപ്പബിൾ ഓഫ് റണ്ണിങ് PHP കോഡ് ആൻഡ് ഹോസ്റ്റിംഗ് എ ഡാറ്റാബേസ്. അതിന് ആ സെർവറിന് PHP കോഡ് ഓടിക്കാനും, PHP കോഡ് ഓടാൻ പറ്റണം, എന്നല്ലേ ഉള്ളൂ. നമ്മൾ കൊണ്ടിടുന്നത് PHP കോഡാണ്. ആ PHP കോഡ് ഓടുന്നതിൻ്റെ റിസൾട്ട് എന്താണ്, HTML ആണ്. അപ്പോൾ ആ PHP കോഡ് ഓടിക്കാനും അതുപോലെ ഒരു ഡാറ്റാബേസ് ഹോസ്റ്റ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ആ സെർവറിനുണ്ടായിരിക്കണം. Server space are leased out to clients so that they can use the same to host their website. Examples of hosting കമ്പനിയാണ് കെൽട്രോൺ, ഹോസ്റ്റിംഗ് രാജ എന്നൊക്കെ പറയുന്ന പല സൈറ്റ്, അങ്ങനെ ഒത്തിരി ഹോസ്റ്റിംഗ് കമ്പനികളുണ്ട്. അപ്പോൾ ഈ കെൽട്രോണൊക്കെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സെർവർ സ്പേസ് തരുന്നത്. അതുകൊണ്ടാണ് അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിംഗ് കൂടെ ആയതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളെല്ലാം കെൽട്രോൺ ഇടുന്നത്. നമുക്ക് ഇടണമെങ്കിൽ വേറെ സൈറ്റുകളൊക്കെ ഇടാം, വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ടാവും, ആ സൈറ്റിലിടാം. അപ്പോൾ സെർവർ സ്പേസ് ഹയറിംഗ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ സെർവർ ഇടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോഡ് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് സെർവറിൻ്റെ സ്പേസ് കുറച്ച് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വാടകയ്ക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിക്കാണ് സെർവർ സ്പേസ് ഹയറിംഗ് എന്ന് പറയുന്നത്. ഇനി വെബ് ഹോസ്റ്റിങ്ങും ഡൊമൈൻ നെയിം രജിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, ആദ്യം തന്നെ നമ്മൾ പേരിടണം സൈറ്റിന്, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും മേടിക്കണം. ഇപ്പം നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട് പണിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വീട് പണിയാനുള്ള സ്ഥലം കണ്ടുപിടിക്കും, പിന്നെ വീടിനൊരു പേര് വിടും. ആ രണ്ട് പരിപാടിയാണ് ഇത്. അപ്പോൾ വീടിന് പേരിടുന്ന പരിപാടിയാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം വീടിൻ്റെ പേരാണ് ഡൊമൈൻ നെയിം. ഡൊമൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പറയും, എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഇതാണ്, ഈ അഡ്രസ്സ് എനിക്ക് വേണം, ഇത് വേറെ ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറയും. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം മേടിച്ച് അവിടെ വീട് പണിയാൻ പോവാണ്, അതാണ് വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസനാണ്. വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ആർ ടു എലമെൻറ്റ്സ് ഓഫ് റണ്ണിങ് എ വെബ്സൈറ്റ്. Web hosting is an account on a computer, also called as server, aka also called as NATA in full form, that can store and serve website files via internet. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അക്കൗണ്ട് ഓൺ എ കമ്പ്യൂട്ടർ. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് സ്പേസ് മേടിക്കുകയാണ്, വേർ വി ക്യാൻ സ്റ്റോർ ആൻഡ് സെർവ് വെബ്സൈറ്റ് ഫയൽ, അതായത് PHP ഫയൽസ് ഒക്കെ ഇടാം, അത് റൺ ചെയ്യാൻ പറ്റും അങ്ങനത്തെ. Domain name registration is leasing of human readable word that directs people to the specific website files via browser. അപ്പോൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഹ്യൂമൻ റീഡബിൾ വേർഡ്. അപ്പം നമുക്ക് ഇവിടെ ഹോസ്റ്റിംഗ് ചെയ്തപ്പോൾ നമുക്ക് സെർവർ തന്നെ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, IP അഡ്രസ്സാണ് തരുന്നത്. അപ്പോൾ ആ IP അഡ്രസ്സ് എല്ലാവർക്കും ഈ IP അഡ്രസ്സ് വഴി ആക്സസ് ചെയ്തോന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനൊരു പേരിടും.
എന്നിട്ട് ആ പേരും IP അഡ്രസ്സും തമ്മിൽ മാപ്പ് ചെയ്യണം. അതിലേക്ക് വരാം. ആസ് ആൻ അനലോഗി ഓഫ് ഡൊമൈൻ നെയിം ഈസ് അഡ്രസ്. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പോലെയാണ് ഓൺ ദ ഇൻ്റർനെറ്റ്. ആൻഡ് ഹോസ്റ്റിംഗ് ഈസ് ദ ലാൻഡ് ഓർ സ്പേസ് വെയർ യു, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് പോലെയാണ് ഡൊമൈൻ നെയിം. അത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പറഞ്ഞ് ഈ അഡ്രസ്സ് എൻ്റെ ആണെന്ന് പറയുന്ന പരിപാടിക്കാണ് എന്തെന്ന് പറയുന്നത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സ്ഥലം മേടിച്ച് അവിടെ വീട് പണിയുന്നത്, അതായത് സെർവറിൽ സ്ഥലം മേടിച്ച് അവിടെ കോഡ് കൊണ്ടിടുന്ന പരിപാടിക്കാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സെർവറിനൊരു പേരുമായി, സെർവറിനൊരു സ്ഥലമായി. ഇനിയിപ്പം നമ്മൾ എവിടെ ചെന്നിട്ട് പറയണം എന്താണ് പറയേണ്ടത്. അതായത് എൻ്റെ സെർവർ എനിക്ക് തന്നേക്കുന്ന IP അഡ്രസ്സാണ്, ഞാൻ അതിനെ വിളിക്കാൻ പോകുന്ന ഒരു പേരാണ്. അപ്പോഴത്തേക്കും ബിക്കോസ് ഇൻ്റർനെറ്റ് ഈസ് ബേസ്ഡ് ഓൺ IP അഡ്രസ്സ്, ഇൻ്റർനെറ്റ് IP അഡ്രസ്സ് ബേസ് ചെയ്തിട്ടേ വർക്ക് ചെയ്യുള്ളൂ, നോട്ട് ഡൊമൈൻ നെയിം അല്ല. എവറി വെബ് സെർവർ റിക്വയർസ് എ ഡൊമൈൻ നെയിം സിസ്റ്റം DNS സെർവർ ടു ട്രാൻസ്ലേറ്റ് ഡൊമൈൻ നെയിം ഇൻറ്റു IP അഡ്രസ്. ഇതെന്ന് പറഞ്ഞാൽ എസെൻഷ്യലി നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോലെയാണ്. അതായത് നമുക്ക് ആക്ച്വലി ഒരു IP അഡ്രസ്സാണ് ഉള്ളത്. IP അഡ്രസ്സ് ബേസ് ചെയ്തിട്ടേ ഉള്ളൂ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ആൾക്കാരെല്ലാം പറയുന്നത് ഇതിനൊരു പേരാണ് പറയാൻ പോകുന്നത്. പേര് പറയാൻ പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പേര് നമ്മൾ ഒരു ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അതായത് എൻ്റെ ഡൊമൈൻ നെയിം, ഞാൻ ഇന്ന ആളുടെ അടുത്ത് നിന്ന് ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്ത് ഇത്ര കാശ് കൊടുത്തെന്നും പറയേണ്ട, ഇത് എൻ്റെ ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഈ അഡ്രസ്സിൽ ആരെങ്കിലും വന്നാൽ ഈ IP അഡ്രസ്സിലേക്ക് മാറ്റണം. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് പറയുകയാണ്, ഇവിടുന്ന് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കും. അതായത് എൻ്റെ അഡ്രസ്സ് ഇതാണ് എന്ന് പറയും. അപ്പം നമുക്ക് കത്തയക്കുന്ന ആളെന്താണ് ഈ അഡ്രസ്സ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പോസ്റ്റ്മാനോട് പറയും, ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോയിട്ട് മൂന്നാമത്തെ വലത്തോട്ടുള്ള വഴിക്ക് കയറിയിട്ട് ആ വഴിയിൽ മൂന്നാമത്തെ വീടാണ് എൻ്റെ എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമ്പർ വെച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും, ആ വീടാണ് ഈ അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ പോസ്റ്റ്മാൻ എന്ത് ചെയ്യും, പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടുപേര് കൊശക്കുഴിയിൽ നിന്നാണ് വീട്ടുപേരെങ്കിൽ ഓക്കെ, കൊശക്കുഴിയിൽ നിന്നുള്ള വീട്ടുപേരിലേക്ക് ഒരു ലെറ്റർ വന്നാൽ ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് നടന്നിട്ട് മൂന്നാമത്തെ വലത്തോട്ടുള്ള വഴിക്ക് കയറുമ്പം അവിടുത്തെ രണ്ടാമത്തെ വീട് അല്ലെ മൂന്നാമത്തെ വീടാണ് കൊശക്കുഴിയിൽ എന്ന് മനസ്സിലാക്കി വെക്കും. അതിനാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ന IP അഡ്രസ്സ് ഇന്ന ഡൊമൈൻ നെയിം വന്നാൽ അത് ഇന്ന IP അഡ്രസ്സിലാണെന്നുള്ള മാപ്പിംഗ് നടത്തും. അതിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്, DNS എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയായി. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ, ഡിസ്ക്രൈബ് സെർവർ സ്പേസ് ഹയറിംഗ്, വെബ് ഹോസ്റ്റിംഗ് ആയി. ഇനി അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ വേണ്ടിയ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളെല്ലാം ചെയ്തു. അതായത് നമ്മൾ സെർവർ മേടിച്ചു, നമ്മൾ പേരും സെർവറും തമ്മിൽ മാപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പം ആ സെർവറിൽ നമ്മുടെ PHP ഫയൽസ് കൊണ്ടിടണം. അതിന് വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്തു തുടങ്ങുക. ഇതിൻ്റെ നോട്ടും എഴുതി അയച്ചു തരിക. ഇനി എനിക്ക് തോന്നുന്ന ഒരു 2 അല്ലെ മാക്സിമം 3 ക്ലാസ്സിനുള്ളിൽ സിലബസ് തീരും. താങ്ക് യു.